ദേശീയ ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിന് പിന്നാലെ ഫെഡറേഷന്റെ താൽക്കാലിക നടത്തിപ്പിനായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ഭൂപീന്ദർ സിംഗ് ബജ്വ ആണ് കമ്മിറ്റി ചെയർമാൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അച്യുതൻ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കായിക മന്ത്രാലയത്തിന്റെ നടപടിയെ തുടർന്നാണ് ഈ ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യുന്നത്. തുടർന്ന് ഇതിന്റെ താൽക്കാലിക നടത്തിപ്പിനായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് എത്രയും വേഗം ഒരു അഡ്ഹോക് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കണം. അപ്പോൾ ആ അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും നിലവിലെ ഫെഡറേഷന്റെ താൽക്കാലിക ചുമതല നടത്തുക. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ ഈ ഭൂപീന്ദർ സിംഗ് ബജ്വയാണ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹമാണ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് കായിക രംഗത്തുള്ള മറ്റ് അംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഫെഡറേഷന്റെ താൽക്കാലിക ചുമതല ഇവരായിരിക്കും നടത്തുന്നത്. നിലവിലിപ്പോൾ ഈ ഫെഡറേഷന് പുതിയ ഭരണസമിതി കായിക മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട്. കാരണം നിലവിലെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ഈ പുതിയ ഭരണസമിതിയുടെ നടത്തിപ്പിനും അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ ഒരു പക്ഷേ അത് ഈ ഭരണസമിതിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കായിക മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇനിയൊരു തുടർ നടപടിയിലേക്ക് കടന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ പുതിയ ഭരണസമിതിയുള്ളത്. അതിനാൽ ഈ ഉടൻ തന്നെ കായിക മന്ത്രിയുമായി ഒരു ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ മറ്റ് പരിഹാര നടപടികളിലേക്ക് കടക്കുക. ശരി, ആർ അച്യുതാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.